തമിഴ്നാട്ടിൽ നിന്നും അന്യ സംസ്ഥാനങ്ങളിൽ നിന്നും മാത്രമല്ല കേട്ടോ നമുക്ക് ഇത്തവണ പൂ കിട്ടിയിട്ടുള്ളത്. ഇത് നമ്മുടെ സ്വന്തം കേരളത്തിലത്തെ ഒരു കാഴ്ചയാണ്. ഞാൻ തിരുവനന്തപുരത്തുള്ള കാര്യമാണ് പറയുന്നത്. തിരുവനന്തപുരത്ത് ഇതേപോലെ സൂര്യകാന്തി ആയാലും അല്ലെങ്കിൽ ചെണ്ടുമല്ലി, ജമന്തി ആയാലും പല പല സ്ഥലത്ത് ഇങ്ങനെ ചെറിയ രീതിയിൽ കൃഷി ചെയ്തിട്ട് അവർ തന്നെ വിളവെടുത്ത് ബൾക്ക് ഓർഡറായിട്ട് കൊടുക്കുന്നുണ്ടായിരുന്നു. ഹോൾസെയിലും റീറ്റെയിലും എല്ലാം അവൈലബിൾ ആണെന്ന് തോന്നുന്നു. കാരണം ഇപ്പോൾ എവിടെ നോക്കിയാലും ഓണം സെലിബ്രേഷൻ ആണല്ലോ. അത്തം മുതൽ തിരുവോണത്തിൻ്റെ തലേന്ന് ഉത്രാടം വരെ എന്താ പറയുക, സ്കൂളുകളിൽ, കോളേജുകളിൽ, ഓഫീസുകളിൽ, ഈവൻ ഗവൺമെൻറ് സ്ഥാപനങ്ങളിൽ എല്ലായിടത്തും ഓണം സെലിബ്രേഷനാണ്. അപ്പോൾ പണ്ടത്തെ പോലെ ഒന്നല്ല ഓണം ആരും സെലിബ്രേറ്റ് ചെയ്യുന്നത്. ഫുള്ള് നല്ല സെറ്റ് രീതിയിലാണ്. സത്യം പറഞ്ഞാൽ ഈ ഒരു പാഠം കണ്ടപ്പോൾ എനിക്ക് ഭയങ്കര സന്തോഷം തോന്നി. കാരണം നമ്മളെപ്പോഴും അന്യ സംസ്ഥാനക്കാരെ ഡിപ്പെൻഡ് ചെയ്തിട്ടാണ്. പൂക്കൾ അവർ കയറ്റി വിട്ടാൽ നമുക്ക് പൂക്കളുണ്ട്. പച്ചക്കറി ആയാലും എല്ലാം അങ്ങനെ തന്നെയാണ്. അപ്പോൾ ഇത് കണ്ടപ്പോൾ ഒരു സന്തോഷം. നമ്മുടെ നാട്ടിലുണ്ടല്ലോ നല്ല ഫ്രഷ് പൂവായിരുന്നു കേട്ടോ. ഞാൻ അതിൻ്റെ ഇടയിൽ മൊത്തം നടന്ന് ആ ഫ്രഷ് പൂവിൻ്റെ ഒരു സ്മെല്ലുണ്ടല്ലോ. നമുക്ക് എപ്പോഴും കവറിൽ കെട്ടി വെച്ച പൂവല്ലേ തരിക. അധികം ആൾക്കാരും വിൽക്കുന്നവർ മൊത്തം എല്ലാത്തുനിന്നും കുറച്ച് കുറച്ച് കേടുവന്നത് നോക്കി പെറുക്കി കെട്ടി വെച്ചിട്ട് നമ്മളത് 50 രൂപ 100 രൂപ കൊടുത്ത് മേടിക്കുകയാണ്. പക്ഷെ ഇവിടെ ലൈവായിട്ട് നമുക്ക് പറിച്ചത് അവർ നമ്മളെ ആവശ്യപ്രകാരം എത്രയാണോ വേണ്ടത്, നമുക്ക് ബൾക്ക് ഓർഡർ ആണെങ്കിൽ ബൾക്ക് ഓർഡർ, അല്ലെങ്കിൽ നമ്മുടെ വീട്ടിലത്തെ ആവശ്യത്തിനാണെങ്കിൽ അങ്ങനെ ഒരു തരും. ഇത് ചെണ്ടുമല്ലി മാത്രമാണ്, നമ്മുടെ ഓറഞ്ച് ചെണ്ടുമല്ലിയും നമ്മുടെ മഞ്ഞ ചെണ്ടുമല്ലി മാത്രമാണ്. നല്ല ഭംഗിയുണ്ടായിരുന്നു കാണാമെന്ന് പറഞ്ഞാൽ, നല്ല ഭംഗിയുണ്ടായിരുന്നു. പിന്നെ ഇതിപ്പോൾ ഞാൻ വീഡിയോ എടുക്കുന്നത് ഏകദേശം ഓണം തീരാറായപ്പോഴാണ്. അപ്പോൾ ഏകദേശം കുറേ പൂക്കൾ അവർ പറിച്ച് വിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. കുറേ ആൾക്കാർ അത്ഭുതം എന്ന് പറഞ്ഞ പോലെ കുട്ടികൾക്കൊക്കെ ഇത് ഒരു അത്ഭുതമാണല്ലോ. നമ്മളിത് കാണുന്നില്ലല്ലോ, നമ്മൾ വീട്ടിൽ പൂ വരുന്നത് മാത്രമേ കാണുന്നുള്ളൂ. പക്ഷെ എൻ്റെ ഒന്നും കുട്ടിക്കാലം ഇങ്ങനെയല്ലായിരുന്നു. ഞങ്ങളൊക്കെ ഓണത്തിന് മറ്റേ പാത്രം എടുത്ത് പോയി, അന്നുണ്ടായിരുന്നത് കാശിത്തുമ്പ, തുമ്പ, മുക്കുറ്റി, മറ്റേ നെല്ലിപ്പൂവ്, കാക്കപ്പൂവ്, കിരീടം, മറ്റേ ചെറിയ സൂര്യകാന്തി, ഇതെല്ലാം പോയി പൊട്ടിച്ചിട്ടാണ് പൂവിട്ടുള്ളത്. അല്ലെങ്കിൽ പിന്നെ തേങ്ങ ചിരകിയതിൽ ഉജാലൊഴിക്കുക, പച്ച ബുഷിൻ്റെ ഇല എടുത്ത് ഇടുക, ഇങ്ങനെയൊക്കെയാണ് ഞങ്ങൾ പൂവിട്ടിട്ടുള്ളത്. അതും പൂവിടുന്നതിന് തന്നെ ഒരു മത്സരമായിരുന്നു. ആദ്യം പോകുന്നവർ ചിരട്ടയിലാണ് പൂവ്, തുമ്പപ്പൂവൊക്കെ, എന്നിട്ട് ഇങ്ങനെ വെള്ളം തളിച്ച് വെക്കും. ആദ്യം പോകുന്നവർ ആദ്യം കുറേ ഉള്ള സ്ഥലത്തുനിന്ന് പറിക്കും. പിന്നെ വരുന്നവർക്ക് ആ സ്ഥലത്ത് നിന്ന് കിട്ടില്ലല്ലോ, പിന്നെ പിറ്റേ ദിവസം വേണ്ടേ. മുക്കുറ്റിയാണെങ്കിൽ രാവിലെയാണ് വിരിയുക, തുമ്പയാണെങ്കിൽ വൈകുന്നേരമാണ് ഉണ്ടാവുക. അങ്ങനെ ഫുൾ മത്സരമായിരുന്നു. പക്ഷെ ആ ഒരു സംഭവം ഇപ്പോൾ ഇല്ല. എല്ലാ കുട്ടികൾക്കും അവർക്കൊന്നും അറിയില്ല. ജസ്റ്റ് വീട്ടിൽ നിന്ന് വാങ്ങിക്കുന്ന പൂക്കൾ എടുത്ത് നിരത്തുന്നു, പൂക്കളം ഇടുന്നു. അതാണ് അവരുടെ ഒരു കാഴ്ചപ്പാട്. എന്തായാലും ഇത് കണ്ടപ്പോൾ എനിക്ക് ഭയങ്കര സന്തോഷം തോന്നി. അതുകൊണ്ടാണ് ഞാനിത് ഷെയർ ചെയ്തത്. അപ്പോൾ എല്ലാവർക്കും ഒരു ഹാപ്പി ഓണം.